Hello friends, today we are going to discuss about the final part of second chapter. Select an icon. To select an icon, place the mouse pointer over the icon and click on the left button. Now the icon is selected as shown in figure 2.4. To select, click mouse away from the selected icon. ഒരു ഐക്കൺ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഐക്കണെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ ഡെസ്ക്ടോപ്പിൽ കാണുന്ന സ്മോൾ പിക്ചേഴ്സാണ് ഐക്കൺ. അത് ഫോൾഡർ ആവാം, ഫയലാവാം. അപ്പോൾ അത് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മൗസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഫിഗർ 2.4 അതായത് ചിത്രം 2.4 നോക്കുക. അതിൽ നമുക്ക് മൗസ് സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഐക്കൺ സെലക്ട് ചെയ്തതായി കാണിക്കുന്നുണ്ട്. സയൻസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഐക്കൺ ആണത്. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു പ്രാവശ്യം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സിംഗിൾ ക്ലിക്കായി അത് സെലക്ട് ആവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഐക്കണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓപ്പൺ ആൻ ഐക്കൺ. ടു ഓപ്പൺ ആൻ ഐക്കൺ, place the mouse pointer over the icon and click twice with the left button. Now the application of the file represented by the icon is opened. നമുക്ക് ഒരു ഐക്കൺ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച്, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം. ഓക്കെ. Next, arranging the icons. You can arrange the icons on the desktop to give them a better look. To do this, follow these steps given below. Step 1. Right click on the blank area of desktop. A pop-up menu will be displayed as shown in figure 2.5. Step 2. Select the keep aligned option from the list. Now the icons are arranged as shown in figure 2.6. ഡെസ്ക്ടോപ്പിൽ ഒരുപാട് ഐക്കൺസ് ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നിച്ചെതറി ഒക്കെ കിടക്കുന്നതായിട്ട് കാണുമ്പോൾ ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ബെറ്റർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐക്കൺസുകൾ അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് മാനുവലായിട്ട് മൗസ് ഉപയോഗിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ടും വെക്കാം. പക്ഷേ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഐക്കൺസ് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുള്ള സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഡെസ്ക്ടോപ്പിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയയിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പോപ്പപ്പ് മെനുവിൽ കീപ്പ് അലൈൻഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസൊക്കെ അറേഞ്ച് ചെയ്തതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ്, ഓർഗനൈസ് ഐക്കൺസ്. Sometimes the icons in the desktop are not arranged in alphabetic order. You can sort the icons on the basis of name order. To sort icons by name, follow these steps. Step 1. Right click on the blank area of the desktop. A pop-up menu will be displayed. Step 2. Select Organize Desktop by Name option. Now the icons are arranged in alphabetical order. ചിലപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ചിലപ്പം അറേഞ്ച് ചെയ്യേണ്ടി വരും. നമ്മൾ അലൈൻ ചെയ്താൽ ചിലപ്പോൾ അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോൾഡറുകളൊക്കെ ഫയലുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഓർഡർ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ, ആദ്യം ബ്ലാങ്ക് ഏരിയ, ഡെസ്ക്ടോപ്പിലുള്ള ബ്ലാങ്ക് ഏരിയയിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പോപ്പപ്പ് മെനുവിൽ നിന്ന് ഓർഗനൈസ് ഡെസ്ക്ടോപ്പ് ബൈ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ക്ലിക്ക് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഐക്കൺസ് ഒക്കെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഓർഗനൈസ് ചെയ്തായിട്ട് അറേഞ്ച് ചെയ്തായിട്ട് കാണാവുന്നതാണ്. ഓക്കെ.
Next, rename an icon. You can change the name of icons. Let's see how can we rename an icon of computer. Step 1. Place the mouse pointer over the icon. Step 2. Right click on the mouse button. Step 3. Select rename from the pop-up menu. Step 4. Type a new name, example history. Step 5. Click anywhere away from the icon. Now the icon of folder is renamed as history. Delete an icon. You can remove icons from the desktop. To delete an icon, follow these steps. Step 1. Place the mouse pointer over the icon. Step 2. Click with the button. Step 3. Select move to trash from pop-up menu. Now the selected icon is removed from the computer and it is stored into the trash. Trash is a temporary storage place of deleted files. Note for students: be careful while using delete button. It will remove selected items from the computer. You should ask to teacher before deleting an icon. Next, launcher. Launcher is a vertical bar on the left side of the desktop. Here you can add commonly used programs which can be opened easily whenever required. Launcher also shows the applications icons that are currently running on your computer. അടുത്തതായിട്ട് നമ്മൾ ലോഞ്ചറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ലോഞ്ചർ എന്ന് പറഞ്ഞത് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വെർട്ടിക്കൽ ബാറാണ് ലോഞ്ചർ. ഈ ലോഞ്ചറിൽ നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാംസുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ അവിടെ ആഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ഓപ്പൺ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. ഒരു ക്ലിക്കിന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ലിബ്രെ ഓഫീസ് റൈറ്റർ, അതുപോലെ ഇമേജ് എഡിറ്റിങ്ങിനുള്ള ജിംബ്, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളിൽ ഐക്കൺസൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ ലോഞ്ചറിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ കറൻ്റ്ലി വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനിലും ലോഞ്ചറിൽ കാണാവുന്നതാണ്. നെക്സ്റ്റ്, ആഡിങ് ആൻഡ് റിമൂവിങ് ആപ്ലിക്കേഷൻ ഫ്രം ലോഞ്ചർ. To add an application icon to the launcher, drag the icon from the dash home into the launcher. To remove an application icon from the launcher, right click on the icon and select unlock it from launcher option from the pop-up menu. നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാമിൻ്റെ ഐക്കൺസ് ലോഞ്ചറിലേക്ക് ആഡ് ചെയ്യാനും അതുപോലെ ലോഞ്ചറിൽ നിലവിലുള്ളതോ അതില്ലെങ്കിൽ മുമ്പ് ആഡ് ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ഐക്കണിനെ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നൊന്ന് കാണാം.
Dash. The dash home is like a start menu. It helps you to find the application and files in your computer quickly. To start using the dash, click on the topmost icon on the launcher. The icon contains Ubuntu logo on it. Then the dash home appears. To search anything, just type in the search bar and related search result will automatically appear. അപ്പോൾ ഡാഷ് ഹോം എന്ന് പറഞ്ഞത് നമ്മുടെ ലോഞ്ചറിൻ്റെ ഏറ്റവും മുകളിലുള്ള ഉബുണ്ടുവിൻ്റെ ലോഗോയോട് കൂടിയിട്ടുള്ള ആ ഒരു ഐക്കണാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാഷ് ഹോം വരുന്നതാണ്. ആ ഡാഷ് ഹോം ഓപ്പൺ ആവുന്നതോടുകൂടി അതിൽ ആപ്ലിക്കേഷൻസ് കാണാവുന്നതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പെട്ടെന്ന് കണ്ടെത്തണമെങ്കിൽ അവിടെയുള്ള ഡാഷ് ഹോമിലുള്ള സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് കണ്ടെത്താവുന്നതാണ്. നെക്സ്റ്റ്, ലെൻസസ്. Lenses act as specialized search categories in the dash. You will see different lenses in the lens bar at the bottom of dash home screen. Lenses allow you to view the dash result and exclude result from other lenses. If you choose application lens, it gives you access your apps or apps available for installation. ലെൻസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പെഷ്യൽ കാറ്റഗറി ആക്കി സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് ആപ്ലിക്കേഷൻസ്, മീഡിയ ഫയൽസൊക്കെ, മ്യൂസിക്, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പല രീതിയിലും ഫിൽട്ടർ ചെയ്തിട്ടൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ്, ഓപ്പണിംഗ് എ പ്രോഗ്രാം. ടു ഓപ്പൺ എ പ്രോഗ്രാം, ഫോളോ ദീസ് സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1, click on dash icon on the launcher. Step 2, select application lens from the dash home. Dash display recently used installed application, more suggestions, and dash plugins applications. Step 3, click on the installed category. All the installed applications will be listed. Scroll through the list and open the desired application by double clicking on it. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഡാഷ് ഐക്കണിൽ, ലോഞ്ചറിലുള്ള ഡാഷ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ഉബുണ്ടുവിൻ്റെ ലോഗോട് കൂടിയിട്ടുള്ള അതാണ് ഏറ്റവും മുകളിലായി കാണുന്നത്. അതായത് ലോഞ്ചറിൽ ഏറ്റവും മുകളിലുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അപ്പോൾ ഡാഷ് ഹോം വരും. അതിൽ നമുക്ക് റീസെൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മുകളിൽ തന്നെ ഉണ്ടാവും. അതുപോലെ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിലുള്ള സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തിട്ടോ അതല്ലെങ്കിൽ നമുക്കത് ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനിൽ നിന്നും ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, മെനു ബാർ. The menu bar incorporates common functions used in Ubuntu. The dark strip on the top of the desktop is called menu bar. It contains window management buttons, application menu, and indicator area. അപ്പോൾ മെനു ബാർ എന്ന് പറഞ്ഞത് ഡെസ്ക്ടോപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ഡാർക്ക് സ്ട്രിപ്പായിട്ടുള്ള അതാണ് മെനു ബാർ. അപ്പോൾ നമുക്ക് മെനു ബാറിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫോൾഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തുറന്നാൽ മെനുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ, എക്സാമ്പിളിന് ലിബ്രെ ഓഫീസ് റൈറ്റർ നമ്മൾ ഓപ്പൺ ചെയ്താൽ മെനൂസ് നമുക്ക് ആ മെനു ബാറിൽ കാണാവുന്നതാണ്. നെക്സ്റ്റ്, ഇൻഡിക്കേറ്റർ ഏരിയ. The icons on the right of the menu bar are located in an area is called indicator area. Some programs add an icon to the indicator area automatically during installation. Some of the icons on the indicator area are നെറ്റ്വർക്ക് ഇൻഡിക്കേറ്റർ, സൗണ്ട് ഇൻഡിക്കേറ്റർ ആൻഡ് സെഷൻ ഇൻഡിക്കേറ്റർ. അപ്പോൾ മെനു ബാറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഭാഗമാണ് ഇൻഡിക്കേറ്റർ ഏരിയ. അവിടെ സിസ്റ്റം സെറ്റിങ്സ്, സൗണ്ട് ഇൻഡിക്കേറ്റർ, അതുപോലെ നെറ്റ്വർക്ക്, നമ്മുടെ വൈഫൈ ആണോ അതുമല്ലെങ്കിൽ അങ്ങനെയുള്ളതിൻ്റെ നെറ്റ്വർക്ക് ഇൻഡിക്കേറ്റർ, ടൈം, ബാറ്ററി, ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ ബാറ്ററിൻ്റെ പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇൻഡിക്കേറ്റർ ഏരിയയിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ മെനു. ബൈ ഡിഫോൾട്ട് the application menu is not on the title bar. You can change the default behavior and you can attach application menu to the Windows title bar. Application menu and window management buttons are not visible until you move your mouse pointer to the top left of the screen. To change the default behavior, follow these steps. Step 1, click on Session Indicator on Indicator area. Step 2, select the System Settings. The System Settings window appears. Step 3, in the Personal section, click on Appearance. The Appearance dialog box appears. Step 4, click on Behavior tab. Step 5,
Select in the Windows title bar from Show the menus for a window. Next, Window Management Buttons. The buttons on the top left corner of the menu bar are called Window Management Buttons. It includes Close, Minimize, Maximize, and Restore Down buttons. Minimize button. If you click on this button, the window shrinks to the launcher. Maximize button. It is used to increase the size of window to its maximum. Close button. You can close a window by clicking this button. Okay, thank you.